നമ്മുടെ കേരളത്തിലെ നാനാജാതി മതസ്ഥർ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളുമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പൊതുസമൂഹത്തിന് ബോധ്യമായൊരു കാര്യമുണ്ട്. അത് LDFിൻ്റെ സത്യസന്ധമായ നിലപാടാണ്. കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വേരൂന്നാൻ സഹായിക്കുന്ന അപകടകരമായ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൂടെ നടക്കുന്നു എന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു കാര്യം വ്യാജപ്രചരണങ്ങളാണ്. ആ വ്യാജപ്രചരണങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സർ, LDF സർക്കാർ 2016 തൊട്ട് ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പുരോഗതി ഓരോ വർഷവും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വല്ലാത്തൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു, അങ്ങേയറ്റം നിരാശയോടുകൂടിയുള്ളൊരു ബോധ്യം. അത് ഇവിടെ മാറ്റങ്ങളൊന്നും നടക്കില്ല, പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ല, അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് 2016 കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. സർ, എന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു. ആ കാര്യം ആരോഗ്യകരമായ ജനങ്ങളുടെ സമീപനത്തിൽ കാണാൻ കഴിയുന്നത്. സർ, ഇവിടെ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ദേശീയപാതാ വികസനമായാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും കൊച്ചി ഇടമൺ പവർ ഹൈവേ ആയാലും ഇതെല്ലാം നടക്കില്ല എന്ന് കണ്ട് അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വന്നവർ തിരിച്ചുപോയ നാടാണ് നമ്മുടേത്. അതെല്ലാം ഇപ്പോൾ നല്ല നിലയിൽ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഗെയിൽ പൈപ്പ് ലൈനും പവർ ഹൈവേയും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും ദേശീയപാതയുടെ വികസന നില കാണാൻ കഴിയുന്നതുമാണ്.